പത്തില തോരൻ മുതൽ മുളയരി പായസം വരെയുള്ള 12 കൂട്ടം കർക്കിടക വിഭവങ്ങൾ ഒരുക്കിയ വീട്ടമ്മമാരെയാണ് ഇനി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. കൊട്ടാരക്കര പേരുംകുളം ശ്രീഭദ്ര തിരുവാതിര സംഘമാണ് ഒരു കർക്കിടക ഫെസ്റ്റ് തന്നെ ഒരുക്കിയത്. പഴമയുടെ രുചി വിഭവങ്ങൾ കുട്ടികൾക്കും വേറിട്ടൊരു അനുഭവമായി. കൊട്ടാരക്കരയിൽ നിന്ന് വിനീഷ് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. കർക്കിടക നാളുകളിൽ പഴമക്കാർ കഴിച്ചിരുന്ന ഭക്ഷണ രീതികൾ പുതുതലമുറയ്ക്ക് പരിചയപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടുകൂടി ഒരു സംഘം വനിതകൾ ഇവിടെ ഒരു ഫെസ്റ്റ് നടത്തുകയാണ്. കർക്കിടക ഫെസ്റ്റ് ആണ് ഇതിന്റെ പേര്. നമുക്ക് ചോദിച്ചറിയാം എന്തൊക്കെയാണ് വിഭവങ്ങൾ ഒരുക്കിയിരിക്കുന്നതൊക്കെ. ശരിക്കും എന്തൊക്കെയാണ് നിങ്ങളിവിടെ തയ്യാറ്? ഞങ്ങള് മുള്ളയരി പായസം, ഞവരേര കഞ്ഞി, പത്തേല തോരൻ, പുഴുക്ക്, പിന്നെ ചീനി പുഴുങ്ങിയത്, പിന്നെ അച്ചാർ. ഞങ്ങളൊരു തിരുവാതിര ടീമാണ്. തിരുവാതിര മാത്രമല്ല, കുറച്ച് വേറെ ഡാൻസും അങ്ങനെ കുറേ ടീമാണ്. അപ്പോൾ ഒരു 15 സ്റ്റേജോളം ഏകദേശം ഉണ്ട്. അപ്പം ഞങ്ങൾ എല്ലാ ദിവസവും പ്രാക്ടീസ് ഞങ്ങളുടെ വീട്ടിൽ കൂടും. അപ്പം അങ്ങനെ ഒരു ദിവസം ഒരു വനിതാ കൂട്ടായ്മയുടെ ഒരു ഉണ്ണിയപ്പം കഴിക്കുക. അപ്പം ഞങ്ങൾ വിചാരിച്ചു നമുക്ക് എന്തെങ്കിലും ഇങ്ങനെ ഒന്ന് ചെയ്താലോ, ഒരു സംരംഭം തുടങ്ങിയാലോ എന്ന് വിചാരിച്ചു. അങ്ങനെ ഒരു കർക്കിടക മാസമല്ലേ, അപ്പം അതിൻ്റെ ഒരു പ്രൊമോഷൻ പോലെ അതുപോലെ ഒരു കർക്കിടക ഫെസ്റ്റ് നടത്തിക്കൊണ്ട് ഈ പറയുന്ന വിഭവങ്ങൾ നമ്മുടെ പുതിയ തലമുറയ്ക്ക് ഇവർക്ക് പരിചയമല്ല. ഞങ്ങൾക്ക് പോലും പല കാര്യങ്ങളും ഇപ്പം ഞങ്ങൾ പഠിച്ച്, അപ്പോൾ അതൊന്ന് ചെയ്തുകൊണ്ട് നമുക്കൊരു ആത്മവിശ്വാസം, ഞങ്ങളെ കൊണ്ട് ഇത് പറ്റും, ഇത്രയൊക്കെ ഞങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുമെന്ന് ഞങ്ങൾക്കൊരു ആത്മവിശ്വാസം, ഒപ്പം നാട്ടുകാർക്കും അറിയാം നമ്മൾ സ്റ്റേജ് പ്രോഗ്രാം മാത്രമല്ല ഞങ്ങളെ കൊണ്ട് ഇതൊക്കെ പറ്റും എന്ന് എല്ലാവരും ഒന്ന് മനസ്സിലാക്കട്ടെ എന്ന് കരുതി. അപ്പോൾ അതിലൂടെ ഞങ്ങൾ പുതിയൊരു സംരംഭത്തിൽ, ഈ കർക്കിടക ഫെസ്റ്റിലൂടെ പുതിയൊരു സംരംഭത്തിലേക്ക് പോകാം. അതെ, കുറെ വിഭവങ്ങളൊക്കെ നാടനാണ്. അപ്പൊ അതൊക്കെ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നതാണ്. പക്ഷെ നമ്മുടെ വീട്ടിലിപ്പോ ഇതിനൊന്നും പ്രസക്തി ഇല്ല. കാരണം കുഞ്ഞുങ്ങളൊക്കെ വൈകിട്ടായാലും പിന്നെ രാത്രി ഫുഡ് ഉണ്ടാക്കുന്നത് എല്ലാം പുറത്തുനിന്ന് വാങ്ങിച്ചിട്ടാണ്. അപ്പൊ കുറച്ച് കാര്യങ്ങൾ നമുക്ക് അറിയാമെങ്കിലും ഈ കർക്കിടക കഞ്ഞി അതിന്റെ കൂട്ടൊക്കെ കൃത്യമാവണമല്ലോ. നമ്മൾ ഒരാൾക്ക് കൊടുക്കുമ്പോൾ അതിന്റെ ചേരുവകൾ കൃത്യമാവാൻ വേണ്ടി അതിന് ഹെൽപ്പിന് ഞങ്ങൾ ഒരാളെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ബാക്കിയെല്ലാം ഞങ്ങൾ സ്വയം 2 ദിവസം കൊണ്ട് എല്ലാം അടുക്കും ചിട്ടയായിട്ട് വന്ന് ഇന്നത്തേക്ക് എല്ലാം 2 ദിവസം കൊണ്ടുണ്ടായ ഒരു പ്ലാൻ. എങ്ങനെ ഇത് ആൾക്കാരിലേക്ക് എത്തിച്ചത്? എങ്ങനെയാണ്? ഞങ്ങളിലൂടെ ഞങ്ങൾക്ക് ഗ്രൂപ്പുകളുണ്ട്, പിന്നെ ഞങ്ങൾക്ക് അറിയുന്ന ഗ്രൂപ്പുകളുണ്ട്, പിന്നെ ഞങ്ങളുമായിട്ട് കൂട്ടുള്ള ആളുകളുണ്ട്. അപ്പൊ അവരിലൂടെ എല്ലാം ഞങ്ങൾ പൊതുജനങ്ങളിലോട്ട് എത്തിച്ചു. ഇത് ഞങ്ങൾ തിരുവാതിര മാത്രമല്ല, എൻ്റെ കൂടെ ഞങ്ങൾക്ക് എന്തെങ്കിലും കൂടെ ഒക്കെ പറ്റുമോ എന്നുള്ള ഒരു പരീക്ഷണം നടത്തി നോക്കുവാണ്. ഇത് വിജയകരമായി ഇപ്പം പൂർത്തീകരിച്ചു. അത് കഴിഞ്ഞിട്ട് ഇനി ഞങ്ങൾ തുടർന്നും ഞങ്ങളെ കൊണ്ടാവുന്ന വിധം എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യണമെന്നുള്ളൊരു ആഗ്രഹമുണ്ട്. 10 പ്ലാനുണ്ട്, അതിനുള്ള പ്ലാനുണ്ട്. അതിന് ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ്. നാട്ടുകാരുടെ സപ്പോർട്ട് ഉണ്ടായിരുന്നു, മാക്സിമം ഉണ്ടായിരുന്നു. മാക്സിമം ആളുകൾ വന്നിട്ടുണ്ട്. നമുക്ക് ആളുകളെ സംഘടിപ്പിക്കാൻ പറ്റി എന്നൊരു ഒരു സന്തോഷമുണ്ട് നമുക്ക്. ഒരു ഉണ്ണിയപ്പത്തിൽ നിന്ന് പറഞ്ഞാൽ ആ ഉണ്ണിയപ്പം കൊണ്ടുവന്നത് ഞങ്ങളുടെ സ്വന്തം അനിത ചേച്ചിയാ. അവിടെ അനിത ചേച്ചി അതിനെ കുറിച്ച് പറഞ്ഞു, നമുക്കും തുടങ്ങാമല്ലോ എന്ന് പറഞ്ഞപ്പോഴാണ് എല്ലാവർക്കും ആ ഒരു ചിന്ത വന്നത്. അങ്ങനെയാണ് ഇത്രയും എത്തിയത്. നമുക്കിനി ഈ വിഭവങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിചയപ്പെടാം അല്ലേ? എന്തൊക്കെയാണ് ഇത്? പത്തേല തോരൻ, 10 ഔഷധ സസ്യങ്ങൾ ചേർന്ന തോരൻ. ഇത് മത്തേല, ചീരയിലയുടെ പല ചീരയിലയുണ്ട്, പിന്നെ കോലിന്റെ ഇലയുണ്ട്, തഴുതാമ, അങ്ങനെ തുടങ്ങിയ ഇലകളുടെ 10 ഇലകളുടെ തോരൻ. മുരിങ്ങയില ഒഴിച്ച് മറ്റ് ഔഷധ സസ്യങ്ങളുടെ തോരൻ. ഇത് മുളയരി പായസം, ഇത് ഞവരേര കഞ്ഞി, ഇത് പിന്നെ നമ്മുടെ പുഴുക്ക്, നാടൻ പുഴുക്ക് ഐറ്റംസ്. മുളയരി പായസവും ഔഷധക്കഞ്ഞിയും പത്തില തോരനും ഒക്കെ ആയിട്ട് അടിപൊളിയായിട്ട് കെങ്കേമമാക്കിയിരിക്കുകയാണ് ഇവിടുത്തെ ഫെസ്റ്റ്. ഒരുപാട് സംരംഭങ്ങൾ ഇനി ചെയ്യാൻ ഇവർ ലക്ഷ്യമിടുന്നുണ്ട്. എസ് വിനീഷ്, ന്യൂസ് 18, കൊട്ടാരക്കര.